അത് ഇനി കാണാൻ പോണത് നമ്മുടെ നാട്ടില് മുസ്ലിയാക്കന്മാർ നവീകരിച്ചു കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ പുതിയ ഭാവങ്ങൾ, പുതിയ ആട്ടങ്ങൾ കേട്ടോളൂ നിങ്ങൾ. ടൈറ്റിൽ ആൾക്കാർക്ക് ലൂസ് മോഷൻ ഉണ്ടാകുന്നല്ല, പുതിയ തരം പ്രാത്യം. എന്തായി കാണിക്കുന്നത്? എന്താണ് ഈ സമൂഹം? ഇങ്ങനൊരു പ്രവാചകനുണ്ടോ? ഇങ്ങനെ കാണിച്ച റസൂലുണ്ടോ? എന്താണ് ഈ സമൂഹം? എന്നിട്ട് ഇസ്രായേൽ പ്രസ്ഥാനം പുത്തൻവാദികൾ ഓരോരോ ആഴ്ചയിലും ഓരോന്ന് പുതിയത്. കുറച്ചു മുമ്പ് ഇത് തുടങ്ങി വന്നിരുന്നു. കുറച്ച് ആൾക്കാർ, കുറെ ഓട്ടോക്കാരെയൊക്കെ കൂട്ടിയിട്ട്, സാധുക്കളെ കൂട്ടിയിട്ട് ദീനിന് വേണ്ടി വലിയ സേവന. അവ പുതിയ പുതിയ മുസ്ലിയാക്കന്മാര് ഇത് ആദ്യം കണ്ടപ്പോ എത്ര ദഹിച്ചില്ല, ഇത് അവർക്ക് പരിചയമില്ല. കുറച്ച് നല്ല ശക്തന്മാരായ കുറെ ആൾക്കാർ ഇങ്ങനെ കൂട്ടി നിന്നിട്ട് ഒരു പ്രത്യേക ദിക്റുണ്ട്, ഹോ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ദിക്റ്, അതിങ്ങനെ പ്രത്യേക താളത്തിൽ ഉച്ചരിച്ചിട്ട് വേണമായിരുന്നു. അപ്പോ പുതിയ പുതിയ മുസ്ലിയാക്കന്മാർ ചെന്നാൽ മറ്റൊരു അടുപ്പിക്കൂല. കാരണം എന്ന് വെച്ചാൽ ഇത് അവരും കൂടെ പഠിച്ചാല് ഇവരുടെ വേക്കൻസി പോകില്ല. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ ചെല്ലുമ്പോൾ ഇവര് കൈകോർത്ത് ഇങ്ങനെ നിൽക്കും. അത് ശ്രദ്ധിച്ചാൽ ഓരോരുത്തരും കൈകോർത്തിട്ടായിരിക്കും ഇങ്ങനെ കൈകോർത്തിന്റെ ആടിന്. അങ്ങനെ കൈകോർത്ത് ഇങ്ങനെ ഇങ്ങനെ ആട്ടണം എന്നൊരു പ്രത്യേക താളത്തിൽ ആട്ടണം. അപ്പൊ പുതിയ മുസ്ലിയാക്കന്മാരുടെ ഇടയിൽ വന്ന് കയറിയാല് ഇങ്ങനെ ആട്ടണം കൂട്ടത്തിൽ അടുത്ത ഭിത്തി ഉണ്ടാവും, കൊടുക്കും ഇട്ടി നല്ലിടി. കൈ ഇങ്ങനെ ആട്ടിനിടക്ക് മുസ്ലിയുടെ കൈ ഭിത്തിക്കിട്ടിരിക്കും. അപ്പൊ മുസ്ലിം രണ്ടിടി കൊള്ളുമ്പോ പതുക്കൊഴിഞ്ഞു. ഇതൊക്കെ ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം. മുമ്പ് നമ്മളിങ്ങനെ ആ വഴിക്ക് പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഓരോന്ന് ഒന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും കേട്ടോളൂ വേറൊന്ന്. അത് തന്നെ അതിന്റെ വേറൊരു രൂപം, ഭാവം. وإن علينا مقبلين إلينا ونحن نروى النهار
وارزقنا بسر الوصال من الأقوال والأفعال والأحوال واوصل اللهم إلى قلوبنا مدد شيخنا ونذر بنور روحانيته أرواحنا وارزقنا كماله يا ذا الكمال صلى الله عليه وسلم. ഇതിങ്ങനെ നമ്മുടെ കുട്ടികള് ചെറിയ കാറ് പാവൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കീ കൊടുക്കണ പാവുണ്ടോ, അതിന് കീ കൊടുത്ത് മുറുക്കിയിട്ട് ഇങ്ങനെ വിടുമ്പോ ചീന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഓടിയിട്ട് ഇങ്ങനെ തളർന്നു വരില്ല. ഇതുപോലെ ഇങ്ങനെ ഇടക്ക് മുറുകയുടെ രംഗങ്ങളുണ്ട്. ഇടക്ക് ഇങ്ങനെ മുറുകും മുസ്ലിയാക്കന്മാര് എന്നൊക്കെ പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കി മുറുകി അവസാനം പെട്ടെന്ന് ലൂസായി പിന്നെ കെട്ടിപ്പിടുത്തവും മുത്തം കൊടുക്കലും പിന്നെ ഇടക്കുള്ള കൈമടക്കും ആ ജാതി മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു തരത്തിൽ ഒരാൾക്ക് കണ്ടാലും സഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കോലം കിട്ടല്. ഇതൊക്കെ ദീനാണ്. ഇത് കണ്ടിട്ട് വേണം ആളുകൾ മുസ്ലിങ്ങളാകാൻ. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് വേണം മുസ്ലിം ആകാൻ. ഈ സമൂഹത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം ഇതിനെ എതിർത്താ പുത്തംവാദി അടുക്കണ്ട, ഓരോ മഹല്ല് വിലക്ക് വെക്കുന്ന പിന്നെ ഓരോ പെണ്ണ് കെട്ടിക്കണ്ട. പടച്ചോനെ ഈ കൗമ പെണ്ണ് കെട്ടിക്കാരിക്കണല്ലേ. ഈ ജാതി പെണ്ണുകളാണെങ്കിൽ ആ കൊടുക്കൂലേ. ഇത് പഠിച്ചാല് ഇത് സുന്നത്ത് ജമാഅത്ത് എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ടവരാണെങ്കിൽ ഇത് സ്വീകരിക്കാൻ പറ്റുമോ? ഇനി മാന്യ സഹോദരങ്ങൾ ചിന്തിക്കണം. ഇത് ദീനിന്റെ ഭാഗമായി പേറി നടക്കുന്നവർ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഏത് ന്യായത്തിന്മേൽ എതിർക്കണം.